വിട്ടുമാറാത്ത ഡാൻഡ്രഫ് ഉള്ളവരാണോ നിങ്ങൾ? ഷാമ്പു മാറ്റിയാലും കണ്ടീഷണർ യൂസ് ചെയ്താലും സെറം യൂസ് ചെയ്താലും 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഡാൻഡ്രഫ് തിരിച്ചു വരുന്നുണ്ടോ? ഇതിൻ്റെ റീസൺ എന്താണെന്നറിയോ? നോർമലി ഡാൻഡ്രഫ് എങ്ങനെ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഒരു ഫംഗസ് കാരണം കൊണ്ടാണ് ഈ ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. സോ അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫംഗസ് പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സോപ്പും ഈ ഷാമ്പുവും കണ്ടീഷണറും സെറോ എല്ലാം യൂസ് ചെയ്യുന്നത്, എന്നിട്ടും വീണ്ടും വീണ്ടും വരാനുള്ള റീസൺ എന്താണ് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം. അതിനുള്ള ആൻസറാണ് എൻ്റെ കയ്യിലുള്ളത്. ഡാൻഡ്രഫ് ഉണ്ടാകും വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് കൂടി തന്നെയാണ്. അപ്പോൾ ഗട്ട് ഹെൽത്ത് പൂറാണെങ്കിൽ ഡാൻഡ്രഫ് വളരെ വേഴ്സ് ആവാൻ ചാൻസസ് ഉണ്ട്. ഗട്ട് ഹെൽത്ത് വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറയും. അതുകൊണ്ട് തന്നെ ഫംഗസ് കൺട്രോൾ ചെയ്യാനുള്ള ബോഡിൻ്റെ ആ ഒരു കപ്പാസിറ്റി കുറയാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ ചെയ്യാനുള്ള കഴിവ് ബോഡിക്ക് കുറയും. അതുകൊണ്ട് തന്നെ സിങ്കിൻ്റെയും വൈറ്റമിൻ ബിൻ്റെയും ഒമേഗ 3ൻ്റെയും കുറവ് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ട് മോശമാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് കൂടും. അതുകൂടാതെ ഡാൻഡ്രഫ് ഫാസ്റ്റായി സ്പ്രെഡ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഷാമ്പുവും സിറവും എന്ന് പറയുന്നത്, ഷാമ്പു ആവട്ടെ സിറം ആവട്ടെ തലയിൽ തേക്കുന്ന എന്തൊരു സാധനം ആവട്ടെ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് അത് വെറും ടെമ്പററി റിലീഫ് നിങ്ങൾക്ക് തരുന്നു. ബിക്കോസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു സെക്കൻഡറി കോസിനെയാണ്. ഈ ഡാൻഡ്രഫ് കൂടുന്നതെല്ലാം ഒരു സെക്കൻഡറി കോസ് ആയിട്ടാണ് വരുന്നത്. പ്രൈമറി കോസ് മേ ബി നമ്മുടെ ഗട്ട് ഹെൽത്ത് ആയിരിക്കാം. സോ നമ്മളെപ്പോഴും സെക്കൻഡറി കോസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ പ്രൈമറി കോസ് എപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും കുറച്ച് ദിവസത്തേക്ക് ടെമ്പററി ആയിട്ട് റിലീഫ് കിട്ടുകയാണെങ്കിലും വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്നല്ലേ ചോദ്യം. ഒരു 2 സ്റ്റെപ്പ് അപ്രോച്ചാണ് ഇതിൻ്റെ ബെസ്റ്റായിട്ട് റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കറൻലി ഉള്ള ഡാൻഡ്രഫ് എല്ലാം പോകാൻ ചാൻസസ് ഉണ്ട്. സെക്കൻഡ്ലി നമ്മുടെ ഗട്ട് കെയർ, അതായത് സ്റ്റൊമക്കിൻ്റെ കെയർ, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജങ്ക് ആൻഡ് ഓയിലി ഫുഡ് കുറയ്ക്കുക. ഫൈബർ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് ആഡ് ചെയ്യുക ഫുഡിൽ. തേർഡ് തിങ് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കാൽപ്പിലെല്ലാം ഹൈഡ്രേറ്റഡ് ആവുന്നതുകൊണ്ട് ഡാൻഡ്രഫ് കുറയാൻ ചാൻസസ് ഉണ്ട്, ഇൻഫ്ലമേഷൻസ് കുറയാൻ ചാൻസസ് ഉണ്ട്. പ്രോബയോട്ടിക് ആഡ് ചെയ്യുക ഫുഡിൽ. ഫോർ എക്സാമ്പിൾ കേർഡ്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യുക. തേർഡ് തിങ് പറയുന്നത് ആൻഡ് ഫൈനൽ തിങ് എന്ന് പറയുന്നത് സ്ട്രെസ് നന്നായിട്ട് മാനേജ് ചെയ്യുക. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് പെർമനൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഇതൊരു ടെമ്പററി റിലീഫ് അല്ല, പെർമനൻ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഡാൻഡ്രഫിൻ്റെ സൊല്യൂഷൻ പറയുന്നത് ഷാമ്പു ആൻഡ് കണ്ടീഷണർ മാത്രമല്ല, ഈ ഗട്ടിൻ്റെ സ്റ്റൊമക്കിൻ്റെ കെയറും കൂടി വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഡാൻഡ്രഫ് കൺട്രോളിന് വഹിക്കുന്നത്. സോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ കൂടി നമ്മൾ ജങ്ക് ഫുഡും ഈ പ്രോബയോട്ടിക്സും ഈ സാധനങ്ങളും ഫ്രൂട്ടും വെജീസും ഫൈബേഴ്സും എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് എന്തുകൊണ്ടും നല്ല ഗുണം മാത്രമേ കിട്ടുള്ളൂ. ഒരു സൈഡ് എഫക്റ്റും ഇതിലുണ്ടാവില്ല. സോ ട്രൈ ചെയ്ത് നോക്കൂ. റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ള വീണ്ടും ഡാൻഡ്രഫ് എന്ത് ചെയ്തിട്ടും ഡാൻഡ്രഫ് മാറാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യൂ. സൈനിങ് ഓഫ്. ലെറ്റ്സ് സീ ഇൻ ദ അനദർ വീഡിയോ.